അടിച്ച് കേറി വാ. ടർബോ തിയേറ്ററിൽ വലിയ ട്രെൻഡിങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് അവരുടെ ഈ ടർബോയുടെ സിനിമയുടെ സെക്കൻഡ് വീക്ക് പോസ്റ്ററിൽ പോലും അടിച്ച് കയറി വാ എന്നാണ് അവർ ആ പോസ്റ്റർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മലയാളികളുടെ ഈ ഒരു ഇത്രയും നാളത്തിന് ശേഷമുള്ള മലയാളികളുടെ ഈ ഒരു ട്രോൾസും അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസും ഒക്കെ കാണുമ്പോൾ ചേട്ടൻ എന്താ ശരിക്കും തോന്നുന്നത്? ഇതിന് ആക്ച്വലി താങ്ക്സ് പറയാനുള്ളത് സിബി സാറോട് കേട്ടോ. അതെ, സിബി സാറ് ഏഹ്, ഇങ്ങനെ ഇങ്ങനെയാണ് പ്രതീക്ഷിച്ചത് അന്ന് ജലോത്സവം റിലീസിന് അന്ന്. അതെ, ശരിക്കും ഈ ഒരു സമയം അന്ന് ഒരു 20 വർഷം മുമ്പ് കിട്ടേണ്ട ആ ഒരു സ്വീകാര്യതയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അന്ന് 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 ഇങ്ങനെ സൂം കോളോ ഇങ്ങനെ സോഷ്യൽ മീഡിയയോ ഇന്റർനെറ്റോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, 20 ഇയേഴ്സ് ബാക്ക്. സോ ഇത്രയും ഹൈപ്പ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. തിയേറ്റർ കിട്ടാതെ പോയി, സിനിമ റിലീസ് മാറ്റി വെച്ച് പോയി, അങ്ങനെ അങ്ങനെ അത് ശ്രദ്ധിക്കാതെ പോയി. അത് പോയി. പക്ഷെ ഞാൻ എപ്പോഴും പറയില്ല, ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. സോ 20 വർഷമായാലും 30 വർഷമായാലും കിട്ടേണ്ടത് കിട്ടും. അത് കാണുമ്പം ശരിക്കും ചേട്ടൻ എന്താ തോന്നുന്നത്? സന്തോഷമാണോ? എങ്ങനെയാ, എന്താ ഫീൽ ചെയ്യുന്നത്? ഇല്ല മസി, നമ്മൾ എങ്ങനെ ഒരു 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 ഈ ഈ ഈ ഒരു വിജയമായിരുന്നു അന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ഇപ്പൊ അത് ആ ജലോത്സവത്തിന് അടിച്ചു കയറിയ വീണ്ടും ജലോത്സവം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ അത് പറയുന്നു. അപ്പൊ അത് സെയിം ഒരു പടം എങ്ങനെ ഹിറ്റായി അതിന് എത്ര പേര് വരുന്നു, സെയിം ഫീലിംഗ് ആണ് ഇപ്പോഴും. വെരി ഹാപ്പി. ഇപ്പോഴെങ്കിലും അത് റെക്കഗ്നൈസേഷൻ വന്നല്ലോ എന്നുള്ള ഹാപ്പി. ഇപ്പം നമുക്ക് മലയാളികളോട് ഈ ഒരു ട്രെൻഡിന് എന്താണ് മലയാളികളോട് പറയാനുള്ളത്? മലയാളത്തിന് ഈ ഒരു സ്നേഹത്തിന് നന്ദി, ഇനി വരാൻ പോകുന്ന സ്നേഹത്തിന് നന്ദി, കാണിച്ച സ്നേഹത്തിനും നന്ദി. എപ്പോഴും ഇറ്റ്സ് താങ്ക്ഫുൾ ആണ്. അതുപോലെ ജലോത്സവം സിനിമയിലേക്ക് എങ്ങനെയാണ് അന്ന് എത്തപ്പെട്ടത്? കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഈ സീരിയസ് ആയിട്ടുള്ള വില്ലൻ വേഷങ്ങളും അതുപോലെ ഈ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ജലോത്സവം സിനിമയിൽ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ്, നെഗറ്റീവ് ആണ്, വില്ലൻ ആണെങ്കിൽ പോലും അതൊരു നല്ല വേഷമാണ് ശരിക്കും ആ സിനിമയിൽ ചേട്ടന് കിട്ടിയത്. അതെങ്ങനെയാണ് ആ വേഷത്തിലേക്ക് എത്തിയത്? അത് സിബി സാറ് എന്നെ ഉള്ളിൽ കണ്ടെത്തി. റിയാസ് ഇങ്ങനെ ഒരു കഴിവുണ്ട്, റിയാസ് അഭിനയിക്കും എന്ന് സിബി സാർ ട്രസ്റ്റ് ചെയ്ത് തന്നാണ് റിയാസ് ചെയ്യുന്നത്. ആക്ച്വലി ആ ക്യാരക്ടർ ജലോത്സവം സിനിമയിൽ അത്രയും ഫുൾ ഫ്ലെഡ്ജ് അല്ലായിരുന്നു ക്യാരക്ടർ. എന്റെ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ്, സെക്കൻഡ് ഡേ ഷൂട്ടിംഗ് കണ്ട് സിബി സാർ ഓരോ സീൻ എല്ലാ ദിവസവും കാലത്ത് 7:30 വന്നിരുന്ന് സാർ എന്നെ എഴുതി തരയായിരുന്നു സീൻ പെർഫോം ചെയ്യാൻ. എഴുതി തരയായിരുന്നു. അങ്ങനെ ആദ്യമേ സാറ് പെർഫോം ചെയ്തപ്പോ സാറ് പറഞ്ഞാണത്, ഈ അടിച്ചു കയറിവ എവിടെയൊക്കെ ഇടാൻ പറ്റുന്ന അവിടേക്ക് ഇട്ടോ റിയാസ് പറഞ്ഞു. സോ അത് ഡയലോഗിൽ കൂടെ ഓരോ സിറ്റുവേഷനിലും പല മോഡുലേഷനിലാണത്. അതിൽ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, കോമഡി ഉണ്ട്, ഒരു ആക്കിപ്പറച്ചിലുണ്ട്, അടിച്ചു കയറിവ. ഓക്കെ, അങ്ങനെ ഓരോ സിറ്റുവേഷനിൽ അങ്ങനെ ഞാൻ കള്ളു കുടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ചാക്കോച്ചനായിട്ട്, അതിലുമുണ്ട് അടിച്ചു കയറി വന്നിട്ടുണ്ട്, ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സിറ്റുവേഷനിലും ആ ഡയലോഗ് പുള്ളി അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അത് ശരി. അതൊരു പുതിയ അറിവാണ് കേട്ടോ ചേട്ടാ. ചെറിയൊരു ക്യാരക്ടറിൽ നിന്ന് ദുബായ് ജോസ് അങ്ങനെ ഒരു വലിയ ക്യാരക്ടറായി മാറി എന്നുള്ളതൊരു പുതിയ അറിവാണ്. ശരിക്കും അത് ലക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 20 വർഷത്തിന് ശേഷം വീണ്ടും അത് അടയാളപ്പെടുത്തുകയാണല്ലോ. ഫസ്റ്റ് സീൻ ചെയ്തപ്പോൾ എങ്ങനെ വരുമെന്ന് ഡയറക്ടർ അറിയില്ലല്ലോ, നമ്മളത് ചെയ്യുന്നതല്ലോ. അപ്പൊ ഞാൻ ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് സിബി സാറായിട്ട് വർക്ക് ചെയ്യുന്നത്. സോ പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു ഉള്ള സാധനമാണത്, ഈ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയാണെന്ന്. സോ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഡേ എടുത്തത് ഐ തിങ്ക് ദേഷ്യത്തിൽ പറയുന്നില്ലേ, ഒരു ഷർട്ട് ഇട്ടോട്ട് വന്നിട്ട് ഒരു ഷർട്ട് ഇട്ടു. അതാ അതാണ് ഫസ്റ്റ് എടുത്തത്. അത് കഴിഞ്ഞപ്പോ പുള്ളി അത് ഇംപ്രവൈസ് ചെയ്ത് പിന്നെ അത് അങ്ങോട്ട് പടം മുഴുവനും ഓക്കെ. പിന്നെ ഇത് സിബി സാർ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചത്. സാധാരണ ഡബിങ് തിയേറ്ററിൽ ഡയറക്ടർ സാർ മിക്ക ഡയറക്ടേഴ്സ് ഇരിക്കാറില്ല, AD ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വന്നാലും കുറച്ചു കഴിയുമ്പോൾ പോകും, പിന്നെ വന്നവർ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ റീചെക്ക് ചെയ്യും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. ഇത് 9 to 9 കാലത്ത് 9 മുതൽ വൈകുന്നേരം 9 മണി വരെയും 2 ദിവസം സിബി സാർ ആ സീറ്റിൽ നിന്ന് മാറിയിട്ടില്ല. എന്റെ അടുത്തിരുന്ന് കംപ്ലീറ്റ് സിനിമ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ട് ഇടയ്ക്ക് പുള്ളി തന്നെ ചോദിക്കും, നമുക്കൊരു കാപ്പി കുടിക്കാൻ അറിയാൻ ചോദിക്കും, ഒരു ചായ കുടിക്കാൻ അറിയാൻ ചോദിക്കും. അങ്ങനെ സിബി സാറിന്റെ വണ്ടി കൊണ്ടുവന്ന് സിബി സാർ തന്നെ എന്നെ ഹോട്ടലിലാക്കി അങ്ങനെ അത് ചെയ്യിപ്പിച്ചാണ്. പോണെന്ന് സിബി സാറ് ഫാമിലി ആയിട്ട് എനിക്ക് നല്ല ലഞ്ച് തന്നാണ് സിബി സാർ വിട്ടത്. അല്ല ചേട്ടാ, സത്യത്തിൽ മലയാള സിനിമ ചേട്ടനെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സിനിമയെ ഞാൻ കുറ്റം പറയില്ല. സിനിമ വലിയൊരു കടലാണ്, അതങ്ങനെ കിടക്കും. നമുക്കാണ് സിനിമ വേണ്ടിയുള്ളൂ. ഓക്കെ, ഇത് ഉപയോഗപ്പെടുത്തിയില്ല എന്നൊക്കെ നമുക്ക് സിനിമ കിട്ടാതാകുമ്പോൾ ഇതൊക്കെ പറയാം, ഇന്ന വാക്കുകളൊക്കെ പറയാം. പക്ഷെ നമ്മൾ അതിനുവേണ്ടി കുറെ ശ്രമിക്കണം. നമ്മളുടെ ശ്രമം കുറെ കാണണം. നമ്മൾ പെർഫോം ചെയ്ത് കാണിച്ചു കൊടുത്താലും വീണ്ടും വീണ്ടും നമ്മൾ പെർഫോം ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മൾ റെഡിയാണ്. വെച്ചാൽ ഓരോ തലമുറ മാറുമ്പോൾ ഓരോ ആൾക്കാർ വരും. ഓക്കെ, അവരുടെ തലയിൽ പെട്ടെന്ന് ഇതൊന്നും കയറി വരണമെന്നില്ല.
അവർ വേറൊരു ആംഗിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ട്, നമ്മൾ വേണം എല്ലാ കാലഘട്ടത്തിലും നിറഞ്ഞു നിൽക്കാൻ. അത് നമ്മളുടെ ഒരു ജോബാണത്. എത്ര കാലഘട്ടം, ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് 34 ഇയേഴ്സ് ആയി. ഓക്കെ, ഞാനൊരു 320 ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഈ 34 ഇയേഴ്സും ഓരോ 10 വർഷം കൂടുമ്പോഴും ഓരോരുത്തർ മാറിപ്പോകും. അപ്പോൾ വീണ്ടും അവർ ഈ പുതിയ ആൾക്കാർ കൂടെ ചേരുക, അവരായിട്ട് പടം ചെയ്യുക. സോ ഇത് നമ്മളുടെ ഒരു ജോലിയാണ്. യൂസ് ചെയ്യാതെ അതൊക്കെ ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്ത് പോകും, അതൊക്കെ ഉണ്ട്. ബട്ട് അതും കടന്ന് നമ്മൾ മേലെ കയറി നിൽക്കണം.